കർത്താവിനെ. ഹല്ലേലൂയ ഗീതം പാടിടമേ യേശുവിൻ നാമത്തിനാൽ. ഹല്ലേലൂയ ഗീതം പാടിടമേ യേശുവിൻ നാമത്തിനാൽ. യേശു നല്ലവൻ ദയയുള്ളവൻ, യേശു വല്ലഭൻ കൃപയേകിടും. യേശു നല്ലവൻ ദയയുള്ളവൻ, യേശു വല്ലഭൻ കൃപയേകിടും. രോഗിക്കു വൈദ്യൻ യേശുവത്രേ, വാഴ്ത്തിടാം അവന്റെ നാമം. രോഗിക്കു വൈദ്യൻ യേശുവത്രേ, വാഴ്ത്തിടാം അവന്റെ നാമം. സൗഖ്യം നൽകിടും, നമ്മെ നടത്തിടും, വഴി ഒരുക്കിടും അവൻ നമുക്കായി. സൗഖ്യം നൽകിടും, നമ്മെ നടത്തിടും, വഴി ഒരുക്കിടും യേശു നമുക്കായി. ഹല്ലേലൂയ ഗീതം പാടിടമേ യേശുവിൻ നാമത്തിനാൽ. ഹല്ലേലൂയ ഗീതം പാടിടമേ യേശുവിൻ നാമത്തിനാൽ. യേശു നല്ലവൻ ദയയുള്ളവൻ, യേശു വല്ലഭൻ കൃപയേകിടും. യേശു നല്ലവൻ ദയയുള്ളവൻ, യേശു വല്ലഭൻ കൃപയേകിടും. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം പാപിക്ക് രക്ഷ യേശുവിൻ രക്തം. The salvation of sinner is the blood of Jesus. 1 Timothy chapter 1 verse 15. The saying is trustworthy and deserving of full acceptance that Christ Jesus came into the world to save sinners, of whom I am the foremost. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ആമേൻ. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, ഞങ്ങളുടെ അത്തരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവം ഞങ്ങളെ സഹായിക്കണം. അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പാപിക്ക് രക്ഷ യേശുവിൻ രക്തം. യഥാർത്ഥമായ ഒരു ഏറ്റുപറച്ചിലിന്റെ അനുഭവ ചിത്രമാണ് നാം ഇപ്പോ വായിച്ചു കേട്ടത്. പാപികളിൽ വെച്ച് ഏറ്റവും വലിയ പാപി ഞാൻ എന്ന് വിശുദ്ധ പൗലോസ് ദൈവസന്നിധിയിൽ ഹൃദയം തുറന്ന് ഏറ്റുപറയുകയാണ്. ഈ ബോധം നമ്മെ അനുതാപത്തിന്റെയും മാനസാന്തരത്തിന്റെയും പ്രത്യാശയുടെയും ഉയർന്ന തലങ്ങളിലേക്ക് നയിക്കുന്നു. സകല കറകളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന യേശുവിന്റെ വിലയേറിയ രക്തത്താൽ നാം ശുദ്ധരായി തീരുകയും ചെയ്യും. പാപമില്ലാത്തവനായ ദൈവപുത്രൻ പാപികളായ നമ്മെ രക്ഷിപ്പാൻ വേണ്ടി യാഗമായി തീർന്നു. പാപിയുടെ മറവിടം ക്രിസ്തു മാത്രമാണ്. നാം ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായിത്തീരുന്നു. നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുക മാത്രമല്ല, മറക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത് എന്നത് എത്ര ആശ്വാസകരമാണ്, അല്ലെ? രൂപാന്തരത്തിന്റെ അനുഭവം നമ്മിൽ ഉണ്ടാകണം. മാനസാന്തരത്തിന്റെ അനുഭവം എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. തെറ്റുകൾ തിരുത്തുന്നതിലാണ് മഹത്വം. കർത്താവിനായി നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക. ദൈവ പൈതലായി ജീവിക്കുമെന്ന് തീരുമാനമെടുക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 15 അധ്യായം 18 വാക്യം. Luke's Gospel chapter 15 verse 18. Father, I have sinned against heaven and before you, and am no more worthy to be called your son. അപ്പാ, ഞാൻ സ്വർഗത്തിനും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന് പേർ വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ വിശുദ്ധ പൗലോസിനെ പോലെ ഏറ്റുപറയാം. പശ്ചാത്താപത്തേക്കാൾ വലിയ പ്രായശ്ചിത്തമില്ല. തീർച്ചയായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ കാത്തുകൊള്ളും. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. സ്നേഹവനായ പിതാവേ, ഇന്ന് തിരുവചനം കേട്ട ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങയെ സ്തുതിക്കുന്നതിന് നൽകിയ അവസരത്തിനായി നന്ദി പറയുന്നപ്പാ. ഇന്നേ ദിവസം ഉയരത്തിലെ ദർശനങ്ങൾ വ്യക്തമായും സ്പഷ്ടമായും ഞങ്ങൾക്ക് നൽകണമേ. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരാം എന്ന് അരുളിച്ചെയ്ത കാരുണ്യവാനായ ദൈവമേ,
അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നിരന്തരമായ സാന്നിധ്യം എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് നൽകുന്നതിനായി നന്ദിയപ്പ. അവിടുന്ന് ഞങ്ങൾ നടത്തുന്ന വഴിയിലൂടെ മാത്രം യാത്ര ചെയ്യുവാൻ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ബുദ്ധിയുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ബിലെയാമിന്റെ കഴുത സംസാരിച്ചതുപോലെ ദൈവകൃപയിൽ നിന്ന് ഞങ്ങൾ വിദൂരത്താകുമ്പോൾ ഞങ്ങളുടെ സാഹചര്യങ്ങളെ പ്രതികൂലമാക്കി ഞങ്ങളെ പിന്തിരിപ്പിക്കണമേ. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടുത്തെ ദിവ്യമായ ഊർജ്ജശക്തിയാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ഞങ്ങൾ കൃപാവരങ്ങളിൽ ജ്വലിച്ച് പ്രകാശപൂരിതരായി തീരുവാൻ എന്റെ മക്കളായി ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങളിൽ വ്യാപരിച്ചിട്ടുള്ള പാപത്തിൻ്റെതായ സ്വഭാവങ്ങളെയും തഴക്കദോഷങ്ങളെയും പിഴുതെറിയണമേ എന്ന് പകൽക്കാലം ഞങ്ങളുടെ ദൗത്യം എന്തെന്ന് തിരിച്ചറിയുവാനും ദൗത്യ നിർവഹണത്തിൽ അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാനും കർത്താവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ വേട്ടയാടുന്ന പൈശാചിക ശക്തികളെ ദൈവവചനത്താലും കുഞ്ഞാടിന്റെ പരിശുദ്ധ രക്തത്താലും ജയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നപ്പാ, ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യയെ അനുഗ്രഹിക്കണമേ. ഇന്ത്യക്കെതിരെ ഉയരുന്ന എല്ലാ ദുഷ്ടശക്തികളെയും ഞങ്ങളുടെ രാജ്യത്തുനിന്ന് അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ തുടച്ചു മാറ്റണമേ. ഹല്ലേലൂയ. ഞങ്ങളെ ഓരോ സംസ്ഥാനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കേരളത്തെയും തമിഴ്നാടിനെയും കർണാടകത്തെയും സമർപ്പിക്കുന്നു. കർത്താവെ, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ കർത്താവെ, ക്രിസ്ത്യാനികളായിട്ടുള്ള ദൈവത്തിന്റെ മക്കളെ ഉപദ്രവിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ നിന്റെ മക്കൾക്കെതിരെ കൈ ഉയർത്തുന്ന കർത്താവെ, പാപികളായ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ തെറ്റുകൾ അവരോട് ക്ഷമിക്കണമേ. അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ലല്ലോ കർത്താവെ. അവരുടെ ഹൃദയത്തിൽ അവിടുന്ന് ഇടപെടണമേ. അവർക്ക് മാനസാന്തരം കൊടുക്കണമേ. ദൈവമേ, പീഡനത്തിന് ഇരയായി എല്ലാം നഷ്ടപ്പെട്ട് വേദനയിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വടക്കേണ്ടിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, മാറ്റമില്ലാത്ത സത്യത്തിന് വേണ്ടി അന്ത്യത്തോളം നിലനിൽക്കുവാൻ നിന്റെ ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കർത്താവെ ദുരിതം അനുഭവിക്കുന്ന പല രാജ്യങ്ങളുണ്ടല്ലോ. അവയെല്ലാം ആ രാജ്യങ്ങളെല്ലാം തിരുക്കരങ്ങൾ തരുന്ന കർത്താവെ, ആശ്വാസദായകനെ അവിടുന്ന് ഇടപെടണമേ. ഹല്ലേലൂയ. യുദ്ധത്തിന്റെ കെടുതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന പ്രിയ സഹോദരങ്ങളുണ്ട്. അവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, യുദ്ധം നടക്കുന്ന ഓരോ രാജ്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആനുകാലിക സംഭവങ്ങളെല്ലാം വിളിച്ചു പറയുന്നത് അവിടുത്തെ രണ്ടാമത്തെ വരവിനെ സൂചിപ്പിക്കുകയാണല്ലോ. മാനവരാശി അവിടുത്തെ രണ്ടാമത്തെ വരവിന് ഒരുങ്ങുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ആനുകാലിക സംഭവങ്ങൾ ദൈവത്തിന്റെ മക്കളുടെ ജീവിതത്തോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾ ദൈവമേ, യൗവനത്തിൽ തന്നെ അങ്ങേ അറിഞ്ഞ് അവരുടെ ജീവിതം അങ്ങേക്ക് വേണ്ടി സമർപ്പിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വയലുകളെ അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം. ഞങ്ങളുടെ ഓഫീസുകളെ അനുഗ്രഹിച്ചതിനായി നന്ദി. ഞങ്ങളുടെ ബിസിനസിന്റെ അതിരുകളെ അവിടുന്ന് വിശാലമാക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പറയുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രതികൂല കാറ്റുകളാഞ്ഞടിച്ചാൽ ഭയം വേണ്ട തെല്ലിനിയും. പ്രതികൂല കാറ്റുകളാഞ്ഞടിച്ചാൽ ഭയം വേണ്ട തെല്ലിനിയും. നാഥൻ നമ്മെ കൈവിടില്ല, ദിനം തോറും പുലർത്തിയിടും. നാഥൻ നമ്മെ കൈവിടില്ല, ദിനം തോറും പുലർത്തിയിടും. ആരാധ്യനേ, ആരാധ്യനേ, ആരിലുന്നതനേ. ആരാധിക്കാം, ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധ്യനേ, ആരാധ്യനേ, ആരിലുന്നതനേ. ആരാധിക്കാം, ആരാധിക്കാം യേശു കർത്താവിനെ. ഹല്ലേലൂയ ഗീതം പാടിടമേ യേശുവിൻ നാമത്തിനാൽ. ഹല്ലേലൂയ ഗീതം പാടിടമേ യേശുവിൻ നാമത്തിനാൽ. യേശു നല്ലവൻ, ദയയുള്ളവൻ, യേശു വല്ലവൻ, കൃപയേകിടും. യേശു നല്ലവൻ, ദയയുള്ളവൻ, യേശു വല്ലവൻ,